ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തില് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവദൂതന്റെ ഈ അഭിസംബോധനയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനാകും. ഈശോ നമ്മുടെയൊക്കെ ഉള്ളിൽ വസിക്കാനായിട്ട് ദൈവകൃപ അത്യാവശ്യമാണ്. ദൈവകൃപയുള്ളവരായിട്ട് നാം മാറുമ്പോൾ മാത്രമാണ് ഉണ്ണീശോയ്ക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവകൃപ സ്വന്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുമ്പോഴാണ് ദൈവകൃപ ലഭിക്കുന്നത്? അനുദിനം വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, മറ്റുള്ളവരെ നമ്മയൊക്കെ വേദനിപ്പിക്കുമ്പോൾ അവരോടൊക്കെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് അതൊക്കെ ഈശോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ, പറ്റുന്ന വിധത്തിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അതേ കൂട്ടുകാരെ, ഇതെല്ലാം ദൈവകൃപയിൽ വളരാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും ഉണ്ണീശോയെ കാത്തിരുന്നതുപോലെ നമുക്കും ദൈവകൃപയിൽ നിറഞ്ഞ് ഉണ്ണീശോയുടെ പിറവിക്കായിട്ട് കാത്തിരിക്കാം. ദൈവകൃപയുള്ളവരായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.